ഒരു ഗോളിന് പിന്നിൽ പോയ അർജന്റീന രണ്ടാം പകുതിയിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിനിടെയാണ് മത്സരത്തിന്റെ 69-ാം മിനിറ്റിൽ ഈജിപ്ത് സൂപ്പർ താരം സീക്കോയുടെ തകർപ്പൻ ഗോളിലൂടെ ഈജിപ്ത് ലീഡ് ഉയർത്തി 2-ലേക്ക് എത്തിക്കുന്നത്. ലോക ചാമ്പ്യന്മാർ 2 ഗോളുകൾക്ക് പിന്നിൽ. അർജന്റീന ആരാധകർ മനസ്സിൽ പലതവണ പറഞ്ഞിട്ടുണ്ടാകും, ഇത് ലിയോ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് പോരാട്ടം. അർജന്റീന ഇത്തവണ റൗണ്ട് ഓഫ് 16-ൽ നിന്ന് തന്നെ പുറത്തു പോകുന്നു. മത്സരത്തിന്റെ 75-ാം മിനിറ്റ് മുതൽ മെസ്സിയുടെ ചാട്ടുളി പോലുള്ള മുന്നേറ്റങ്ങൾ കാണുന്നു. വൈകിയില്ല, 4 മിനിറ്റിനകം കോർണർ കിക്കിൽ നിന്നും ലിയണൽ മെസ്സി തന്നെ ഷോർട്ട് പാസ് കളിച്ചൊടുക്കം ലിയോ മെസ്സിയുടെ മനോഹര ക്രോസിന് തലവെച്ചുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊമേറോ അർജന്റീനയെ 1 ഗോൾ ആശ്വാസ ഗോൾ കണ്ടെത്തുന്നു. അപ്പോഴും ഇനി 1 ഗോൾ കൂടി അവശേഷിക്കുന്നു. ഈ 1 ഗോൾ വീണതോടെ അർജന്റീന ആരാധകരുടെ പ്രതീക്ഷ വാനോളം ഉയരുന്നു. മിനിറ്റുകൾ നീണ്ട അർജന്റീന ആരാധകരുടെ പ്രതീക്ഷ വെറുതെയായില്ല. വെറും 3 മിനിറ്റിനകം അർജന്റീൻ സൂപ്പർ താരം ലിയോ മെസ്സിയുടെ മാജിക് വിസ്മയം കാണുന്നു. മെസ്സി കൂടി ഈജിപ്ത് ഗോൾ വല ചലിപ്പിക്കുന്നു. മത്സരം 2-2. ഫുട്ബോൾ ലോകം തലയിൽ കൈവച്ചു പോയ നിമിഷം. എന്തു സംഭവിച്ചെന്നറിയാതെ അർജന്റീന ആരാധകർ പൊട്ടിത്തെറിച്ച നിമിഷമായിരുന്നു അത്. ലിയോ മെസ്സി മത്സരത്തിലേക്ക് അർജന്റീനയെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. മെസ്സിക്ക് പോലും വിശ്വസിക്കാനാകാത്ത മുഹൂർത്തമായിരുന്നു അവിടെ പിറന്നത്. അങ്ങനെ മത്സരം അധിക സമയത്തിലേക്ക് നീളുമെന്ന് തോന്നിപ്പിച്ച നിമിഷം മത്സരത്തിന്റെ 93-ാം മിനിറ്റിൽ അർജന്റീനയുടെ കൗണ്ടർ അറ്റാക്കാണ് നടക്കുന്നത്. അതിവേഗം മുന്നേറിയ ലൗത്തോരോ വലതു വിങ്ങിൽ നിന്നും 100% അളന്നു മുറിച്ചൊരു ക്രോസ് കൊടുക്കുന്നു. അതിന് തലവെച്ചുകൊണ്ട് എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ 3-ാം ഗോൾ നേടുകയായിരുന്നു. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം പൊട്ടിത്തെറിച്ച നിമിഷം. വാട്ട് എ കംബാക്ക്! എന്നാൽ അർജന്റീന താരങ്ങൾ ഈ 3-ാം ഗോളിന് വേണ്ടിയുള്ള കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് ലിയോ മെസ്സിയും കൗണ്ടറിൽ പങ്കുചേരാനായി താരങ്ങൾക്കൊപ്പം ഈജിപ്ത് പോസ്റ്റിലേക്ക് ഓടുന്നുണ്ട്. പന്തൊന്നുമില്ലാതെ ലിയണൽ മെസ്സി ഓടുന്ന ഈ വീഡിയോ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഇതിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യം സംഭവിച്ചിരുന്നു. വെറും 11 സെക്കൻഡ് സമയത്തേക്ക് ലിയണൽ മെസ്സി 21 തവണയാണ് സ്നാപ്പ് സ്കാനിങ് ചെയ്യുന്നത്. മൈക്രോ സ്കാനിങ്ങിൽ ഈ 11 സെക്കൻഡിൽ 21 തവണ സ്കാൻ ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഫുട്ബോൾ താരത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. മെസ്സിയുടെ അടുത്ത് ബോളില്ല, ലിയണൽ മെസ്സി ബോൾ ഇല്ലാതെയാണ് പായുന്നത്. എങ്കിലും തൻ്റെ ചുറ്റുമുള്ള താരങ്ങളുടെ പൊസിഷനിങ്ങും ഫ്ലോയും കൃത്യമായി മനസ്സിലാക്കാൻ എത്ര തവണയാണ് മെസ്സി സ്കാൻ ചെയ്യുന്നത്. ലിയണൽ മെസ്സിയുടെ മുന്നിലാണ് ബോൾ. തൻ്റെ പിന്നിലേക്ക് നിരന്തരം സ്കാൻ ചെയ്യുന്ന മെസ്സിയെ ഞെട്ടലോടെയാണ് ഫുട്ബോൾ ലോകം കണ്ടു നിൽക്കുന്നത്. പന്തുമായി വലതു വിങ്ങിലൂടെ മാർട്ടിനസ് കുതിക്കുകയാണ്. മെസ്സിക്ക് മുന്നിലുള്ളത് എൻസോ ഫെർണാണ്ടസും മെസ്സിയുമായി ഒരുപാട് ദൂരെ. മെസ്സി പന്തിൽ നിന്ന് ഒരുപാട് ദൂരത്തിലാണ് നിൽക്കുന്നത്. മെസ്സി എന്നിട്ടും ആ പന്തിന് വേണ്ടി ഓടുന്നുണ്ട്. ഈ സമയത്താണ് ലിയോ നിരന്തരം സ്കാൻ ചെയ്യുന്നത്. മുമ്പ് പെപ്പ് ഗാർഡിയോള പറഞ്ഞതുപോലെ മെസ്സി എപ്പോഴും കളിക്കളത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. അയാൾ പന്തില്ലാത്ത സമയത്തും ഏറ്റവും അപകടകാരിയാണ്. തല വലതും ഇടതും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്ഥാനവും അയാൾക്ക് എവിടേക്ക് പോകണമെന്ന സ്ഥാനവും മെസ്സി മനസ്സിലാക്കിയിട്ടുണ്ടാകും. മുമ്പ് പെപ്പ് ഗാർഡിയോള പറഞ്ഞ വാക്കുകളാണിത്.